स्मरं योनिं लक्ष्मीं त्रितयमिदमादौ तव मनो निधायैके नित्ये निरवधि महाभोगरसिकाः भजन्ति त्वां चिन्तामणिगुणनिबद्धाक्षवलयाः शिवाग्नौ जुह्वन्त സുരഭികൃതധാരാഹുദിശതൈ. ആദ്യമൊക്കെ തൻ്റെ ഭക്തന്റെ എല്ലാ ആഗ്രഹങ്ങളും ദേവി സാധിപ്പിച്ചു കൊടുക്കും. അത് വേറൊന്നിനുമല്ല, ആ ആഗ്രഹങ്ങൾ സാധിപ്പിച്ച് കഴിഞ്ഞാൽ മാത്രമേ ആ ആഗ്രഹത്തോടുള്ള ഒരു വിരക്തി വരികയുള്ളൂ. അതിനാണ് ഈ ജ്ഞാനാഗ്നി സഹായിക്കുന്നത്. വെറുതെ വിരക്തി വരികയില്ല, ജ്ഞാനവും കൂടെ ചേരണം, അറിവ് ചേരണം. എന്നിട്ട് വിവേകത്തോടെ ചിന്തിക്കണം. ഓരോ ആഗ്രഹങ്ങളും ഞാൻ അനുഭവിച്ചു കഴിഞ്ഞിട്ട് എനിക്ക് പൂർണ്ണ തൃപ്തി വരുന്നുണ്ടോ എന്ന് ചിന്തിക്കണം. അങ്ങനെ ഈ ജ്ഞാനാഗ്നിയിൽ നമ്മുടെ ചിന്തകളെ ആഹുതി ചെയ്യുമ്പോൾ ഉള്ളിൽ ജ്ഞാനം ഉദിച്ചിട്ട് ഒരാഗ്രഹവും ഇല്ലാത്ത ഒരവസ്ഥയിൽ എത്തുമ്പോൾ ദേവീ തത്വത്തെ നമ്മുടെ ഉള്ളിൽ അനുഭവിക്കാം എന്നുകൂടെ ഈ ഒരു ശ്ലോകത്തിന് അർത്ഥമാക്കാം. സ്മരം യോനിം ലക്ഷ്മീം ത്രിതയമിദമാദൗ തവ മനോ നിധായൈകേ നിത്യേ നിരവധി മഹാഭോഗരസികാः ഭജന്തി ത്വാം ചിന്താമണിഗുണനിബദ്ധാക്ഷവലയാः ശിവാഗ്നൗ ജുഹ്വന്ത സുരഭികൃതധാരാഹുദിശതൈ. സ്മരം യോനിം ലക്ഷ്മീം ത്രിതയമിദമാദൗ തവ മനോ നിധായൈകേ നിത്യേ നിരവധി മഹാഭോഗരസികാः ഭജന്തി ത്വാം ചിന്താമണിഗുണനിബദ്ധാക്ഷവലയാः ശിവാഗ്നൗ ജുഹ്വന്ത സുരഭികൃതധാരാഹുദിശതൈ. സ്മരം യോനിം ലക്ഷ്മീം ത്രിതയമിദമാദൗ തവ മനോ നിധായൈകേ നിത്യേ നിരവധി മഹാഭോഗരസികാः ഭജന്തി ത്വാം ചിന്താമണിഗുണനിബദ്ധാക്ഷവലയാः ശിവാഗ്നൗ ജുഹ്വന്ത സുരഭികൃതധാരാഹുദിശതൈ.